കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ അങ്കണവാടികളിൽ നിന്ന് വർഷങ്ങളുടെ സേവനത്തിന് ശേഷം 7 ജീവനക്കാർ സർവീസിൽ നിന്നും വിരമിക്കും. ഇവർക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ അങ്കണവാടികളിൽ നിന്നായി 7 ജീവനക്കാരാണ് വിരമിക്കുന്നത്. വാരപ്പെട്ടിയിലെ മുംതാസ് അബ്ദുള്ള, കീരമ്പാറയിലെ AJ ചിന്നമ്മ, കവളങ്ങാട് MA ഓമന, പൈങ്ങോട്ടൂരിലെ പുഷ്പലത, ഉഷ ശശി, പല്ലാരിമംഗലത്തെ ആലിസ് ജോർജ്, PT മറിയം എന്നിവരാണ് വിരമിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച യാത്രയയപ്പ് സമ്മേളനം പ്രസിഡന്റ് PAM ബഷീർ ഉദ്ഘാടനം ചെയ്തു. വിരമിക്കുന്നവർക്ക് ഉപഹാരങ്ങളും വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു. ജോമി തെക്കേക്കര, ജെയിംസ് കോറമ്പേൽ, സാലി ഐപ്പ്, നിസാമോൾ ഇസ്മായിൽ, ആനീസ് ഫ്രാൻസിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇന്ന് ഈ കാണുന്ന സ്മാർട്ട് അംഗൻവാടികളോ ഇത്തരത്തിൽ കെട്ടിടങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ കുടിവെള്ളം പോലും കിലോമീറ്ററുകളോളം ചുമന്ന് കൊണ്ടുവന്ന് കുട്ടികൾക്ക് കൊടുത്ത് ഈ പ്രദേശത്തെ കുട്ടികളെ അവരുടെ നന്മയുടെ പാതയിലേക്ക് നയിക്കാൻ ആദ്യാക്ഷരം കുറിച്ചവരാണ് നമ്മളിൽ നിന്ന് ഇന്ന് റിട്ടയറായി പോകുന്നവർ. അവരേറെ പ്രാധാന്യം അറിയിക്കുന്നവരാണ്. അംഗൻവാടിയെ സംബന്ധിച്ചിടത്തോളം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് തുടക്കം കുറിച്ചപ്പോൾ നാൾ മുതൽ മുൻകാല ഭരണസമിതികളിൽ നിന്ന് വ്യത്യസ്തമായി അംഗൻവാടികൾക്കും അംഗൻവാടിയിലെ ജീവനക്കാർക്കും വലിയ താല്പര്യമെടുത്തുകൊണ്ട് നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്ത് കൂടിയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത്. തുച്ഛമായ ശമ്പളത്തിന് കഠിനമായ ജോലിയെടുക്കുന്നവരാണ് അംഗൻവാടി ടീച്ചർമാർ അല്ലെങ്കിൽ അവരുടെ ജീവനക്കാർ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മറ്റ് ബ്ലോക്ക് പഞ്ചായത്തുകളൊന്നും ഏറ്റെടുക്കാത്ത സ്മാർട്ട് അംഗൻവാടി ഏറ്റെടുക്കുകയും കുട്ടികളെ അവരുടെ വിദ്യാഭ്യാസ സ്ഥലത്തേക്ക് കൊണ്ടുവന്നാൽ അവർ യഥേഷ്ടം അവിടെ ഇരിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാൻ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മുൻകൈ എടുത്തിട്ടുണ്ട്. GTV ന്യൂസ് കോതമംഗലം.